ഓം സർവത്ര സ്വാമിനാമ സങ്കീർത്തനം. സ്വാമിയേ ശരണയ്യപ്പ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സന്തോഷമായി ജീവിക്കാമെന്ന് വെച്ചാലും പലതരത്തിലുള്ള ആകുലതകൾ നമ്മൾക്കുണ്ടാകുന്നു. എന്തെങ്കിലുമൊക്കെ ഭയം നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ. അതുപോലെ ഓരോ നേട്ടമുണ്ടാകുമ്പോഴും അതിനൊപ്പം തന്നെ ഭയവും വരുന്നു നമ്മളിൽ. വൈരാഗ്യ ശതകത്തിൽ 9 തരത്തിലുള്ള ഭയങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാദ്ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താദ്ഭയം, സർവം വസ്തു ഭയാന്വിതം ഭുവി നൃണാം. സുഖങ്ങൾ ആസ്വദിക്കുമ്പോൾ രോഗം വരുമോ എന്നുള്ള ഭയം, മധുരം കഴിച്ചാൽ ഷുഗർ വരുമോ എന്നുള്ള ഭയം, അതുപോലെ ഉപ്പ് കഴിച്ചാൽ അതിലും വലിയ ഭയം, പ്രഷർ വരുമോ എന്നുള്ളത്. എന്തിനേറെ തടി കൂടുമോ, സൗന്ദര്യം കുറയുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയോടെ അല്ലാതെ നമ്മൾക്ക് ആഹാരം പോലും കഴിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ വലിയ സ്ഥാനത്തിരിക്കുന്നവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, പണമുള്ളവർക്കത് തീർന്നു പോകുമോ എന്നുള്ള ഭയം, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. കുട്ടികൾ ഇല്ലാതെ വിഷമിച്ച രാജശേഖര രാജനും റാണിക്കും തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിനെ ജീവന് തുല്യം സ്നേഹിച്ചു. എങ്കിലും മറ്റൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ റാണിയുടെ മനസ്സിൽ ഭയം നിറയുന്നതും മന്ത്രിയോടൊപ്പം ചേർന്ന് മണികണ്ഠകുമാരനെ ഒഴിവാക്കാനായി ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കഥകളെല്ലാം നമ്മൾക്ക് അറിയാം. അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. കോടതിയും പോലീസും കേസും ഒക്കെ തന്നെ നാൾക്കുനാൾ കൂടുന്നതല്ലാതെ കുറയുന്നതായി നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആകുലതകൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിതത്തിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള പ്രയാസമാണ്. അതായത് ഒരു ഭയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ പേടിച്ചും വിഷമിച്ചും ജീവിച്ചു തീർക്കാനുള്ളതാണോ നമ്മുടെ ഈ ജീവിതം? അതോ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ ജീവിക്കുവാനുള്ള ഒരു സാധ്യത നമ്മുടെ മുൻപിലുണ്ടോ? എങ്ങനെയാണ് ആ സാധ്യത നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്? അതിനുള്ള വഴികളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലെ അഷ്ടമകാണ്ഡത്തിൽ ശ്രീഭൂതനാഥ ഗീത എന്ന ഭാഗം നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഭഗവാന്റെ മുൻപിൽ ശരണാഗതി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഭക്തിയാണ് നമ്മൾക്ക് വേണ്ടത്. വനത്തിൽ നിന്നും പുലിപ്പാലുമായി തിരിച്ചെത്തിയ മണികണ്ഠകുമാരൻ വെറുമൊരു സാധാരണ ബാലനല്ലെന്നും സാക്ഷാൽ ഹരിഹരസുതനായ ശാസ്താവാണ് എന്നും തിരിച്ചറിഞ്ഞ രാജാവ് മകൻ എന്ന ഭാവം വിട്ട് സാക്ഷാൽ ഈശ്വരൻ എന്ന ഭാവത്തിൽ ഭക്തിയോടെ ഭഗവാന്റെ മുൻപിൽ ശരണാഗതി ചെയ്യുന്നു. ഈ ഒരു ഭാഗം വന്ദ്യനാം ഭവാൻ മമ മന്ദിരേ വസിച്ച നാൾ നിർമര്യാദങ്ങൾ ചെയ്തവ എല്ലാമേ പൊറുത്തുടൻ ഭക്തവത്സല മമ പാലിച്ചുകൊള്ളേണമേ മുക്തിക്കായി തൃപാദങ്ങൾ സന്തതം ഭജാമ്യഹം. രാജാവ് ഇവിടെ പറയുന്ന വരികളാണ്. സ്വന്തം മകൻ എന്ന് ഇതുവരെ കരുതിയിരുന്ന ആ ഭാവം മാറി അവിടെ രാജാവിൽ ഭക്തി നിറയുന്നു. 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഓരോ വ്യക്തിയുടെയും ഭാവം ഇങ്ങനെ ആയിരിക്കണം.
അതുപോലെ തൻ്റെ മുൻപിൽ ശരണാഗതി ചെയ്യുന്ന ഭക്തനെ അയ്യപ്പസ്വാമി ഒരിക്കലും കൈവിടുകയില്ല. ഭക്തിയോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന അച്ഛനോട് മണികണ്ഠകുമാരൻ എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. ഇവിടെ അച്ഛൻ പറയുന്നത് ഭഗവാന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും വേണ്ട. ആ കാരുണ്യത്താൽ എന്താണ് പറയുന്നത്? ജന്മ മരണ ഭയത്തിൽ നിന്നും രക്ഷിച്ച് മുക്തി നൽകണം എന്നുള്ള ഒരു അപേക്ഷയാണ്. മുക്തിക്കായി തൃപ്പാദങ്ങൾ സന്തതം ഭജാമ്യഹം. അതുപോലെ ഭക്തപാലനത്തിനായി ഭക്തദാസനായി വാഴും ഭക്തവത്സല തവ കാരുണ്യമെന്നിയെ മറ്റ് ചിന്തിതം മനക്കാമ്പിൽ ഇല്ല എൻ ഭഗവാനെ ജനി മൃതിഭയം മൂലം നരകം നുകരുന്നോരഗതിക്കിപ്പോൾ ജന്മഹീനത്വം ഏകേണമേ. ജനന മരണ ഭയത്തിൽ നിന്നും മുക്തി നൽകണം. ഇങ്ങനെ ഒരു വരം നമ്മൾക്ക് ചോദിക്കുവാൻ പറ്റുമോ ഭഗവാനോട്? നമ്മൾ വ്രതമൊക്കെ എടുത്ത് മല കയറി അയ്യപ്പസ്വാമിയുടെ മുൻപിൽ എത്തിയാൽ നമ്മൾക്കെല്ലാവർക്കും ഓരോ വലിയൊരു ലിസ്റ്റുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിപ്പിക്കണമേ, ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ ഞാൻ ഇനിയും മല കയറാം, അതുപോലെ ഇന്ന വഴിപാട് ചെയ്യാം. എന്തൊക്കെ തരത്തിലുള്ള വിലപേശലുകളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അതുപോലെ ചിലരാണെങ്കിൽ ഇനി അവിടെ അടിച്ചു മാറ്റാൻ എന്തൊക്കെയുണ്ട് എന്നായിരിക്കും ചിന്തിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് ദുർലഭം മാനുഷം ജന്മം തതപ്യധ്രുവം അർത്ഥം. അതുപോലെ മനുഷ്യജന്മം കിട്ടുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ബ്രഹ്മാവലോകദിഷണം മുതമാപദേവ. ആ തത്വത്തിലേക്ക് ഉയരുവാൻ, ആ തത്വം അറിയുവാൻ, ആ സത്യമാകുന്ന സ്വാമിയെ അറിയുക, അതിനുള്ള കേപ്പബിലിറ്റിയാണ് മനുഷ്യന് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുർലഭം മാനുഷം ജന്മം തദപ്യധ്രുവം അർത്ഥതം എന്ന് പറയുന്നത് ശാസ്ത്രം. തൻ്റെ മുൻപിൽ ശരണാഗതി ചെയ്ത് ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച രാജശേഖര രാജന് ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഈ ശ്രീഭൂതനാഥ ഗീതയിൽ, അതായത് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൻ്റെ അഷ്ടമകാണ്ഡത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മൾക്ക് പകർന്നു നൽകുന്നത്. ഈ ഭാഗം തുടർന്ന് നമുക്ക് കാണാം. സകല തരത്തിലുള്ള ഭയത്തെയും മാറ്റാൻ അയ്യപ്പ ഭക്തിയിലൂടെ, അയ്യപ്പ ഉപാസനയിലൂടെ സാധിക്കും എന്ന് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് ഉറപ്പു നൽകുന്നു. കർമ്മയോഗത്തിലൂടെ മനസ്സ് ശുദ്ധമാക്കി, ഭക്തിയോഗത്തിലൂടെ മനസ്സിനെ ഭഗവാന് മുൻപിൽ സമർപ്പിച്ച്, ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ അറിയുവാൻ ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മെ പ്രാപ്തരാക്കുന്നു. സർവത്ര സ്വാമിനാമ സങ്കീർത്തനം. സ്വാമിയേ ശരണയ്യപ്പ.